എന്താ പറയാ ഓർക്കില്ല. അല്ല നേരത്തെ പറഞ്ഞില്ലേ എന്താണ്ട് മറ്റേ ഇപ്പൊ പറഞ്ഞില്ലേ ആ തുറന്നല്ലേ ഒരു ശ്ലോകം എന്താണത്? പതിരദീപതനീസുയോ യുവ പരീക്ഷ വിലാസ പരീൻമുഖ എന്ന് വെച്ചാൽ തങ്കത്തിനോട് സുഗന്ധം ചേർന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ശാസ്ത്രം തന്നെ പറയുന്നത് കൽപ്പൂരത്തടത്തിനുള്ളിൽ നട്ടു, കത്തൂര് കൊണ്ട് വളമിട്ടു, പന്നീർ കൊണ്ട് അവശ്യം ചെയ്തു, എനിട്ടുള്ളിയുടെ ഗന്ധന്റെ എല്ലാം. അപ്പൊ ശാസ്ത്രം പലതും തുള്ളുണ്ട്, മനസ്സിലായ? അപ്പൊ അതാണ് പറഞ്ഞത്, ഒന്നുകൊണ്ട് അറിയണം രണ്ടിന്റെ ബലാബലം. മനസ്സിലായില്ലേ? ഒന്നുകൊണ്ട് അറിയണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചികിത്സക്ക് വന്നിക്കുക, അത് ചികിത്സക്ക് ഇല്ലല്ലേ അതിന്റെ കാര്യം മനസ്സിലാവുള്ളൂ നമുക്ക്. അതാണ് പറഞ്ഞത്, ഒന്നുകൊണ്ട് അറിയണം രണ്ടിന്റെ ബലാബലം. അപ്പൊ ഇരിക്കണ ആള് ചില്ലറക്കാരനല്ലാന്ന് മനസ്സിലായി. ആ ചില്ലറ കായല്ലപ്പോ നോട്ടാണ്. എന്റെ അറിവിൽ ഒരാളെ കിട്ടാണ്ട. എന്തിനാണ്? പഠിക്കാനും ഇന്നൊന്നും എടുത്തോണ്ട് കിടക്കാൻ. കാലത്ത് 8 മണിക്ക് എടുത്തിട്ട് ചായ കഴിഞ്ഞാല് ഒക്കെ തെക്കുക, ഊളി കഴിച്ചാൽ തോളിയിട്ടിട്ട് മാപ്പിള പാട്ട് പാടിയിട്ട് ഇങ്ങനെ കൊണ്ടടക്കുക. വൈകുന്നേരം 5:30 മണിക്ക് ഇറക്കുക. ഒരു ദിവസം വലിയ കൈ കൊണ്ട് കൊടുക്കും. അതിനാളെ കിട്ടാൻ. അതാണ് ഇപ്പൊ ടെൻഷൻ, അതാണ് ഇപ്പൊ ഇവിടുത്തെ വിഷമം. 2 ഭാര്യ ഉണ്ടാക്കി, 2ഉം പോയി. ഓ, ഒന്ന് പ്രസവത്തിന് പോയി രാജയെന്ന്. പിന്നെ അവിടുത്തെ 6 മാസം കഴിഞ്ഞിട്ട് ഒരു കല്യാണം കഴിച്ചു. അത് അകലാട് ഒറ്റൻ്റെ അവിടുന്നാണ്. അത് പണ്ട് രോഗം വന്നില്ലേ, കൊറോണ. അതിനെ മെഡിക്കൽ കോളേജിൽ നിന്നും പോയി ഒറ്റപ്പെട്ടു. അപ്പൊ വീട്ടില് മക്കളൊക്കെ ഒറ്റ നില 2 നില ഒക്കെ സുഖമായിട്ട് ജീവിക്കണം. ഗൾഫുകാരൊക്കെ വലിയ കൂടെ കൂടിയുണ്ട്, 2 നില കൂടെ കൂടി. അല്ല, ഉപ്പന്റെ കൂടെ ഇപ്പൊ ആരുള്ളത്? എന്റെ കൂടെ ഉള്ളതിനും ആദ്യത്തേല് 2 ആണും 5 പെണ്ണും. ഫസ്റ്റില്. സെക്കൻഡില് 1 ആണും 1 പെണ്ണും. അതിൽ പ്രസവം നിർത്തി. മരുമക്കളൊക്കെ ഗൾഫില, പിന്നെ ഒരു മോള് ഗൾഫില. എന്ത് വന്നാലും ഇങ്ങനെ പിടിച്ചു നിക്കണ ഒരു മനസ്സുണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ചു. ഇപ്പൊ റൂമിൽ ഒറ്റക്കാണ്. പിന്നെ മോന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഭാര്യ ഉണ്ട്. അത് ഓൾക്ക് 24 മണിക്കൂർ പണിയാണ്. കാരണം തുടക്കലും അരക്കലും ഭക്ഷണം ഉണ്ടാക്കലും പുറത്ത് ജോലി ചെയ്യലൊക്കെ. ഒരു മുട്ടി തൊഴിലായിക്കോരാണ്. സംസാരിക്കാൻ പോലും ആളില്ല, സംസാരിക്കാനും ആളില്ല. ഇക്കാണെങ്കിൽ തൊട്ടും മുതലും വേറെ ഒരു ജീവിതമാണ്. അതിലേക്ക് വില മതി. എല്ലാം സുഖം ഒക്കെ തീമേശമ്പലാണ്ട് ചെന്നിരുന്നാൽ മതി. ഭക്ഷണം എന്തുണ്ടായിട്ടെന്താ കാര്യം? ഒരു ഉപ്പില്ലാത്ത കഞ്ഞി പോയത്. എന്ത് പറഞ്ഞാലും ഒരു തമാശ ഉണ്ട് എന്തായാലും. അല്ല, ഇങ്ങനെ പറയുന്നില്ലേ, എന്തിനും സധൈര്യം നേരിടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, ഒരു ഗുമ്മുണ്ട്, അത് ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്നാലും ആ ശ്ലോകം കളിക്കുക എന്തായാലും. അത് എവിടെ നിന്ന് പഠിച്ചെടുത്തതൊക്കെ ആണോ? വെറുതെ അല്ല വൈദ്യുതി, അല്ല വെറുതെ അല്ല മൂസ വൈദ്യുതി വിളിക്കണത്. അതുകൊണ്ട് അവർക്ക് സമാധാനം. നമ്മളിപ്പോ ജയിലൊക്കെ പോയിട്ട് വെള്ളമായിട്ടല്ല, തൽക്കാലം അവർക്കൊരു സമാധാനം കിട്ടാൻ പറ്റും. അങ്ങനെ വീടാണ് മൂസ വൈദ്യുതി അല്ലേ? അപ്പൊ അങ്ങനെ വിശേഷങ്ങള്. ഇപ്പൊ എന്താ പ്രശ്നം, എന്തായിട്ട് വന്നതപ്പോ? പിന്നെ കാലുമ്പോ നീര് വരും, എന്നിട്ട് ചൊറിയ കൈയൊക്കെ നല്ല ഇതുള്ള കളറുള്ള കയ്യായിരുന്നു. അലർജിയിലാണ് ചൂട് കൂടിയിട്ടപ്പോ അത് തന്നെ കാലിന്റെ വെള്ളമാണ്. അപ്പൊ അവിടെ നീര് വരും. അപ്പൊ അതിനെ കാണിക്കണം. എല്ലാം മഷിയൊക്കെ പോയിണ്ടല്ലോ ഷർട്ടില്. പേനയുടെ നിബ് തുറന്നു. അത് പേനക്ക് വായിക്കുന്നു പോയതാ. വയ്യ.
തന്നെ വിറ്റേക്ക് പിന്നെ നോക്കുമ്പോണ്ട് അതിന് വയറ്റിന്ന് പോയിക്കണം കഴിച്ചിട്ട് പോണില്ല. ഒരാളോട് പറഞ്ഞാൽ അതില്ല ശരിയാ അത് വലിച്ചെറിഞ്ഞു. അതെ എന്താ ഇങ്ങനെ വയറ്റി നോക്കണ്ടേ ഇങ്ങനെ ഇല്ല ഇല്ല കിടത്താൻ പാടില്ല. അതെ ഇല്ല തൊട്ടി കിടത്താൻ പാടില്ല.